നിങ്ങൾ കൊടുത്തയച്ച 100ഉം 50ഉം 1000ഉം 500ഉം അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. നിങ്ങളുടെ സാന്നിധ്യം ഓരോ മാസവും ഇവിടെ വന്ന് നിങ്ങൾ കണ്ണുനീരൊലിപ്പിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന്, പ്രിയപ്പെട്ട മക്കൾക്ക്, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒലിപ്പിക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, അതിൻ്റെ റിസൾട്ടാണ് ഈ സന്തോഷം. അല്ലാഹുവേ, ഈ പരിശുദ്ധ റജബ് മാസത്തിൽ ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഈ മജ്ലിസിലുള്ള ദുആ, ഞങ്ങളെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാര് ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ ജീവിക്കുന്നവരാണ് റഹ്മാനെ. എപ്പോഴും സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നവരാണ് അല്ലാഹ്. അവർക്കൊരാശ്വാസത്തിനുള്ള വകയായി ഈ സദസ്സ് നീ സന്തോഷം നൽകണമല്ലാ. ഇന്നലെ ഭക്ഷണം കഴിച്ചു വരുമ്പോ നമ്മുടെ സക്കരിയുടെ മായ്ച്ചാൻ്റെ ഉമ്മ വളരെ ഉമ്മയാണ്. വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തത്. ആ ഉമ്മാന്റെ മുഖത്ത് ആ സന്തോഷം. മോനെ, മക്കത്തുൽ മുക്കറമയിൽ നമ്മൾ പോയതല്ലേ, സദസ്സിൽ വെച്ച് എന്നെ മറന്നു പോകല്ല, ജക്കുവിന്റെ ഉപ്പാനെ മറന്നു പോകല്ല എന്ന് പറഞ്ഞ് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ വലിയ സമ്പാദ്യമാണ്. ഇൻഷാ അല്ലാഹ് ഏത് നിലയിൽ നമ്മുടെ നാട് വളർന്നു വലുതായാലും ഈ പരിപാടിയുമായി ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് മുന്നോട്ട് പോകണം. അത് ചിലപ്പോൾ ഭാരവാഹികൾ മാറും, വരും, പോകും, അതൊന്നുമല്ല. നമ്മളെപ്പോഴും ഈ സ്വലാത്തിന്റെ കൂടെ, ഈ മഹലിന്റെ കൂടെ, ഈ നാടിന്റെ ഐക്യത്തിന്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ നേതൃത്വത്തെ അംഗീകരിച്ച് യാതൊരു വിവേചനവുമില്ലാതെ ആദരിച്ച് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അരുളി ബഹുമാനപ്പെട്ട റാസിഖ് ഫൈസി ഉസ്താദിനെ മുഖ്യ പ്രഭാഷണത്തിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العلي العظيم. يا رب ما نادرون نرنا കേന്ദ്ര മുഷാവറ അംഗവും നമ്മുടെ ഈ കൊടകിൻ്റെ നായിബ് ഖാദിയും കൂടിയായ ഷെയ്ഖുന അബ്ദുള്ള ഫൈസി ഉസ്താദ് അവറുകളെ, നമ്മുടെ ഇരുമാടിൻ്റെ ആത്മീയ സാന്നിധ്യമായ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ അസീസ് തങ്ങൾ അൽ ഹൈദറൂസി അവറുകളെ, അതുപോലെ നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട മുദരിസ് ഉസ്താദ് അവർകൾ വളരെ തിരക്കിട്ട് പോകേണ്ട അത്യാവശ്യമുണ്ടായതുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിക്ക് സ്വാഗതം അരുളിയ ജൗഹരി ഉസ്താദ് അവർകൾ, പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ കാരണക്കാരായ ഈ സ്വലാത്ത് സമിതി കമ്മിറ്റി ഭാരവാഹികൾ, അതിൻ്റെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, മറ്റു ഈ പറമ്പ് പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, സ്റ്റേജിലും ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, സാദാത്യങ്ങളെ, ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓരോരുത്തരും പ്രത്യേകം പേരെടുത്ത് പറയുമ്പോൾ സമയം വൈകിപ്പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിളിക്കുന്ന ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സ്വാഗത ഭാഷണത്തിലും ഉദ്ഘാടന ഭാഷണത്തിലുമൊക്കെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ ഇവിടെ ഇത് സൂചിപ്പിച്ചു. ജൗഹരി ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു മുഖ്യപ്രഭാഷണം നടത്താൻ മാത്രം കഴിവുള്ള അല്ലെങ്കിൽ വാചാലതയുള്ള ഒരാളൊന്നുമല്ല ഞാൻ. സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് ചെറിയ നിലക്ക് 2 വാക്ക് മാത്രം സംസാരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കും ഇൻഷാ അല്ലാഹ്. പ്രത്യേകമായി തുടക്കത്തിൽ പറയാൻ വിട്ടുപോയ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ,
ഇന്നോ ഇന്നലകളിലോ തുടങ്ങിയതല്ല, വർഷങ്ങളോളം ഈ ഒരു മഹത്തായ പരിപാടിക്ക് പഴക്കമുണ്ട്. വർഷങ്ങളോളമായി, 16 വർഷത്തോളമായി നമ്മുടെ ഈ പരിപാടി ഇവിടെ വളരെ വിജയകരമായ നിലക്ക് നടത്തിക്കൊണ്ടുപോകുന്നു. അൽഹംദുലില്ലാ. അതിന് പ്രത്യേകമായി ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഇയാനത്തുദ്ദീൻ സ്വലാത്ത് സമിതി അംഗങ്ങളെ പ്രത്യേകമായി ഞാൻ പ്രശംസിക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ ഇവിടെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിക്കാഹ് കർമ്മത്തിന് സാക്ഷികളാകാൻ പോകുന്ന നവവധൂവരന്മാർ, അള്ളാഹു അവർക്ക് ഖൈറായ നിലക്കുള്ള ദാമ്പത്യ ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബക്കാര്, മറ്റു ഒരുപാട് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു അവന്റെ പൊരുത്തത്തിലായി ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നിലകൊള്ളുന്നത്. റജബ് അല്ലാഹുവിന്റെ അടുക്കൽ വളരെ ആദരണീയമായ ഒരു മാസമാണ്, വളരെ മഹത്വമുള്ള ഒരു മാസമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ റജബിനെ സംബന്ധിച്ച് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ബറക്കത്തിന്റെ മാസങ്ങളിൽ ഏറ്റവും ഒന്നാമൻ അത് റജബാണെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ദുൽഹിജ്ജയാണെന്നും അഭിപ്രായമുണ്ട്. എന്നിരുന്നാലും ഒരുപാട് പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ വളരെയധികം ശ്രേഷ്ഠതയോടെ, വളരെയധികം ആദരവോടുകൂടി റജബ് മാസത്തെ സന്തോഷത്തോടുകൂടി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിക്കൊണ്ടാണ് റജബ് മാസത്തെ അവർ വരവ് സ്വീകരിച്ചത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ റജബ് മാസത്തിൽ തന്നെ ഇവിടെ നമ്മുടെ നവവധൂവരന്മാരുടെ നിക്കാഹ് കർമ്മത്തിന് വേണ്ടി നമ്മൾ സാക്ഷിയാവാൻ പോവുകയാണ്. അള്ളാഹു വരെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഈ ഒരു മാസത്തെ അവഗണിക്കുന്നവരും തീരെ പരിഗണിക്കാത്തവരുമായി പല ആളുകളും ഇടയിലുണ്ടെന്നുള്ളത് ഒരു പരമ യാഥാർത്ഥ്യമാണ് മുഅ്മിനീങ്ങളെ. ന്യൂ ഇയറിന്റെ ആഘോഷത്തിമർപ്പുകൾക്ക് വേണ്ടി യുവതലമുറയും യുവതി യുവാക്കളും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മിലേക്ക് ആവശ്യമായ നിലക്ക് ശാരീരികമായ ശുദ്ധീകരണമോ മാനസികമായ ശുദ്ധീകരണമോ ആത്മീയമായ നിലക്കുള്ള ശുദ്ധീകരണമോ നടത്താൻ ഒന്ന് മനസ്സുപോലും കരുതാതെ, മനസ്സിൽ നെയ്യത്ത് ചെയ്യാതെ തമ്മാടിത്തരങ്ങളിലും ആഭാസങ്ങളിലും അതുപോലെ തന്നെ എല്ലാ കൂത്താട്ടങ്ങളിലും ചെന്ന് സഹകരിച്ചു കൊടുക്കുന്ന ഒരുപാട് യുവാക്കളെ, യുവതികളെ നമുക്ക് കാണാൻ സാധിക്കും. ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരുപാട് ആളുകളൊന്നും, ഒരുപാട് യുവതി യുവാക്കള്, മറ്റു ആളുകള് പിശാചിന് കൂട്ടായിക്കൊണ്ട് നിലകൊള്ളുന്നത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉപദേശിക്കാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട അബ്ദുള്ള ഫൈസ് ഉസ്താദ് അവറുകളും ഹൈദുസ്തങ്ങളും അജീസ് തങ്ങളടക്കമുള്ള ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, അബൂബക്കർ മദനി ഉസ്താദ് അവറുകൾ, ഒരുപാട് ആളുകൾ ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്നുണ്ട്. അവരെ പോലുള്ള പ്രഗത്ഭന്മാരുടെ മുമ്പിൽ ഉപദേശിക്കാൻ ഒട്ടും അർഹനല്ലെന്ന കൃത്യമായ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് ഉണ്ടല്ലോ, ഈ ആയുസ് എപ്പോഴാണ് തീരുന്നത്, എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് കൃത്യമായി പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമോ? അള്ളാഹു നമുക്ക് നൽകിയ കരിന്നരുളിയ നിഅമത്താണ് നമ്മുടെ ആയുസ് എന്നുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായ ഉപദേശമുണ്ട്. അവിടുന്ന് നമ്മെ ഉണർത്തുന്നുണ്ട്. നിഅമതാനി മഗ്ബൂൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ജനങ്ങളിൽ അധിക പേരും അശ്രദ്ധരാകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ ലഭിച്ച അവന്റെ ആയുസ്, അതുപോലെ തന്നെ അസ്സിഹ്ഹത്തു അവന്റെ ആരോഗ്യം. ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകിയ ഏറ്റവും വലിയ മഹത്താരാണെന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പല ആളുകളും ഈ ഒരു വിഷയത്തിൽ അശ്രദ്ധരാണ്, വഞ്ചിതരാണ്, മഗ്ബൂൻ. എത്രയെത്രയോ ആളുകൾ. എന്നാൽ അവന്റെ ചെരുപ്പിന്റെ വറിനേക്കാൾ തൊട്ടടുത്ത് നിഴല് പോലെ അവനെ പിന്തുടരുന്ന മരണമെന്ന ആ സത്യം അത് വിസ്മരിച്ചുണ്ട്, അത് മറന്നുകൊണ്ടാണ് ഇത്തരം ആഭാസങ്ങൾക്ക്, തെമ്മാടിത്തരങ്ങൾക്ക് പല യുവതി യുവാക്കളും ഇന്ന് കൂട്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പോയി പങ്കെടുത്ത് സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വിഭിന്നമായി, വ്യത്യസ്തമായി ന്യൂ ഇയറിന്റെ ആഘോഷത്തിമുറപ്പുകളെ വരവേൽക്കാൻ വേണ്ടി മാനസികമായി തയ്യാറെടുത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ. പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായി റജബ് മാസത്തിന്റെ മഹത്വവും പ്രാധാന്യവും ശ്രേഷ്ഠതയുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്
ഈയരുമാടിന്റെ പ്രദേശത്ത് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹസൻ സഖാഫ് തങ്ങളുടെയും അന്തി ഉറങ്ങുന്ന ചാരത്ത്, അവരുടെ തൊട്ടു ചാരത്ത് തന്നെയായിട്ട് ഈ പറമ്പ് പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാർ, ദീനി സ്നേഹികളായ ആളുകൾ സംഘടിപ്പിച്ച ഈ മഹത്തായ വൈവാഹികമായ കർമ്മം നടക്കാനിരിക്കുന്ന ഈ വേദിയിലേക്ക് വന്നിരുന്നുകൊണ്ട് നല്ല നല്ല ഉപദേശങ്ങളും അതുപോലെ തന്നെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ സ്വലാത്ത് സലാമുകളും ചെല്ലാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്, ഭാഗ്യം ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാൾ വരെ ദീനിന്റെ ഷിആറായി ഈ മഹത്തായ സംരംഭത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടോ ബാധ്യതകളോ കൂടാതെ നിലനിർത്താൻ ദീൻ സ്വലാത്ത് സമിതി ഭാരവാഹികൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് ആളുകൾ റജബിന്റെ മഹത്വമോ പ്രാധാന്യമോ ഉൾക്കൊള്ളാതെ വേണ്ട രീതിയിൽ ഈ റജബ് മാസത്തെ ബഹുമാനിക്കാതെ പലരും ഈ ആഘോഷ തിമിർപ്പുകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം വരുന്ന പല സ്ഥലങ്ങളിലും ലക്ഷക്കണക്കാன പൈസകളാണ് പൊട്ടിച്ച് ചെലവാക്കുന്നത്. എന്തിനു വേണ്ടി? പാവങ്ങളായ പെൺകുട്ടികളുടെയോ അല്ലെങ്കിൽ സാധു സംരക്ഷണ സേവനത്തിനു വേണ്ടിയോ അല്ല, മറിച്ച് നമ്മുടെ ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ യാതൊരുവിധ ഉപകാരവുമില്ലാത്ത അനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക്, ആഭാസത്തരങ്ങളിലേക്ക് നമ്മുടെ യുവതലമുറ കടന്നു പോകുമ്പോൾ അവർക്ക് മുമ്പിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, മുഅ്മിനീങ്ങളെ, ഇത് അരുത്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ന്യൂ ഇയർ ആഘോഷം, ആ ആഘോഷങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുന്നവരോ അല്ലെങ്കിൽ അതുമായി സഹകരിക്കുന്നവരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റസ് പോലും നമ്മുടെ സ്റ്റാറ്റസ് ഫോണുകളിലോ ഒന്നും കാണാൻ പാടില്ല മുഅ്മിനീങ്ങളെ. കാരണം അത് നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ പാരമ്പര്യമല്ല അത്. മറിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അവസരത്തിൽ ആഘോഷിക്കാനല്ല, നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. എന്റെ വർഷം ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ എന്റെ സമയം, അതെ എന്റെ ആയുസ് കൊഴിഞ്ഞു പോവുകയാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഈ ആയുസിനെ അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ചെലവഴിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പറമ്പ് പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ഈ മഹത്തായ സംരംഭത്തിലേക്ക് പല നിലക്കും ശാരീരികമായും മാനസിക അതുപോലെ പ്രാർത്ഥന കൊണ്ട് അതുപോലെ തന്നെ കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായൊക്കെ സഹായിച്ച ഒരുപാട് സഹോദരന്മാർ സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെല്ലാവർക്കും ഒരു വീട്ടിലും ഖൈറായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നാമും അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തെ അതർഹിക്കുന്ന വിധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ഹറാമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ പരിശുദ്ധ മാസത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ നന്മയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാന്യരായ ഉസ്താദുമാർ ഇവിടെ വേദിയിലിരിക്കുന്നുണ്ട്. അവരെ ഇരുത്തി കൂടുതൽ സംസാരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും വളരെയേറെ സന്തോഷത്തോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ആ നിക്കാഹ് കർമ്മത്തിന് സാക്ഷിയാവാൻ പോവുകയാണ് നമ്മുടെ വേദി. അതുകൊണ്ട് ഞാൻ കൂടുതലായി ദീർഘിച്ച് സംസാരിക്കുന്നത് ഈ ഒരു സദസ്സിന്റെ ഹുർമത്തിന് യോജിച്ചല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നാം പറഞ്ഞതും കേട്ടതും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അല്ലാഹു അവന്റെ ഇഷ്ടത്തിലായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബില്ലാഹിർ റഹ്മാനിർ റഹീം വഖലഖനാകും അസ്വാജ എന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വ്യാഖ്യാനത്തോടുകൂടെ ഈ മഹത്തായ പരിപാടിക്ക് ഔപചാരികമായ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ചുരുങ്ങിയ വാക്കുകളിൽ ഒരു വർഷം വരെ നമുക്ക് ചിന്തിക്കാനുള്ള നല്ല നസീഹത്താണ് ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് അവർകൾ നൽകിയിട്ടുള്ളത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊരു മഹത്തായ പരിപാടിയല്ലേ. ധാരാളം ഉമ്മമാരൊക്കെ സംഭാവനകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് തങ്ങളെ ദ്വാരക്കുന്നതിന് മുമ്പ് അത് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ശിഹാബ് സെക്രട്ടറി ഒരു കുട്ടീനെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ അവരിപ്പം തന്നെ പിന്നീട് അത് അവർക്ക് മറന്നുപോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആണുങ്ങളൊക്കെ പിന്നീട് മുസാഫഹത്ത് ചെയ്യുന്ന സമയത്തൊക്കെ സഹായിക്കും. അപ്പോൾ സ്ത്രീകളൊക്കെ എല്ലാവരും നല്ല സ്വതക്ക കൊടുക്കുക. കാരണം ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പരിപാടിക്ക് നല്ല നിലക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടണം. ജാരി
എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ദുള്ള ഫൈലി ഉസ്താദ് അവർകൾ ഒരു അനുഗ്രഹ പ്രഭാഷണം നിക്കാഹിന് മുന്നോടിയായി, നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ നേരെ ദുആയാണ് ബഹുമാനപ്പെട്ട തങ്ങളുടേത്. അപ്പോൾ അതിന് മുന്നോടിയായി ഒരു അനുഗ്രഹ പ്രഭാഷണം നമുക്ക് മുമ്പിൽ ഇൻഷാ അല്ലാഹ് നടത്തി തരികയാണ്. ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحابه الفائزين برضا الله ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنكحوا الأيام منكم وقال النبي صلى الله عليه وسلم النكاح من سنتي فليستن بسنتي എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇവിടെ ഈ സ്വലാത്ത് വാർഷികത്തിൽ നടക്കാൻ പോകുന്നത് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നിക്കാഹാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇന്ന് നടക്കുന്ന കല്യാണങ്ങൾ, ഇന്ന് നടക്കുന്ന നിക്കാഹുകൾ എന്തൊക്കെ ആഭാസങ്ങളും എന്തൊക്കെ അനാവശ്യ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് മിക്കവാറും കല്യാണങ്ങളും മറ്റൊക്കെയും നടക്കുന്നത്. നിക്കാഹ് നടന്നു കഴിഞ്ഞാൽ ഒരു സുന്നത്തായ കർമ്മമാണ്. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റേജിൽ നടക്കുന്നത് ഹറാമുകൾ തന്നെയാണ്. കുറേ സ്ത്രീകളും അതേ പ്രകാരം തന്നെ കുറേ യുവാക്കളും കുറേ ഫോട്ടോവും അതേ പ്രകാരം തന്നെ അനാവശ്യമായ എന്തെല്ലാം പ്രവണതകളുണ്ടോ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ കല്യാണങ്ങളിൽ. അതേപോലെ തന്നെ കല്യാണം തന്നെ ഒരു 3-4 ദിവസമായി പല പേരുകളിൽ അറിയപ്പെടുന്ന കല്യാണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നുമില്ലാതെ ഒരു റാഹത്തുള്ള ഒരു സദസ്സ്, ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു നിക്കാഹ് കർമ്മം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അന്നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്നുള്ളത് അത് എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. ആ ഒരു ചര്യ, ആ ഒരു സുന്നത്ത്, അത് ഇവിടെ വളരെ സരളമായ രീതിയിൽ ഇസ്ലാം അനുവദിച്ച രീതിയിൽ പ്രവർത്തനങ്ങളില്ലാതെ, അനാവശ്യ കൂത്തുകളില്ലാതെ, ഹറാമിയത്തില്ലാതെ ഇവിടെ നടത്തപ്പെടുകയാണ്. ഇതാണ് ഒരു അനുഗ്രഹീതമായ ഒരു സദസ്സും അനുഗ്രഹീതമായ സദസ്സും കൂടിയാണ്. നിക്കാഹൊക്കെ ഇങ്ങനത്തെ അഹങ്കാരങ്ങളിലൊക്കെ പള്ളികളിൽ വെച്ച് നിക്കാഹ് കഴിക്കുക, അത് ഒരു നല്ല രീതിയിലായിരിക്കുക, ഒരു സുന്നത്ത്, ആ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലായി ഹറാമുകളൊന്നും തന്നെ കടന്നുകൂടാതെ ചെയ്യുക എന്നുള്ളതാണായിരുന്നു മുമ്പത്തെ ആ നിക്കാഹ് കർമ്മങ്ങളും മറ്റൊക്കെ. ഇന്ന് അതൊക്കെ എന്തോന്നായി മാറിയിരിക്കുകയാണ്. ഏതൊരു പണക്കാരൻ അവന് കാര്യം ചെയ്താൽ അവനേക്കാളും തന്നെ മെച്ചമായിട്ടാവണം എൻ്റെ നിക്കാഹ്, എൻ്റെ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് പല ജാതി പേക്കൂത്തുകൾ, അതായത് ഇന്ന് പറയാൻ പറ്റുകയില്ല, അതുപോലെ അനാവശ്യമായി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിയുന്നതും മഹല്ലത്തുകളൊക്കെ അതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് വിവാഹിതരാകുന്ന സഹോദരിയും സഹോദരനും, അതായത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യമംറാത്തുൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന,
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അയ്യമംറാത്തും മാത്തത്ത് വല്ല ഒരു സ്ത്രീയും മരണപ്പെട്ടു, വസൗജുഹാ അൻഹാ റാദിൻ, അവൾ മരണപ്പെടുന്ന സമയത്ത് അവളുടെ ഭർത്താവിനെ സംബന്ധിച്ച് തൃപ്തി അഞ്ഞവളുണ്ട്, പൊരുത്തപ്പെട്ടവരാണ്, ആ നിലക്ക് മരണപ്പെടുകയാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിൽ വെക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടക്കുകയാണ്. ആ മടിയിൽ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട തല മടിയിൽ വെച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവിയോട് പറയുകയാണ്, ഓ ഖദീജ, ഇന്നാലിന്ന തോട്ടം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ഖദീജയുടേതായിരുന്നു എന്ന് പറയും. ഇന്നാലിന്ന കച്ചവട സംഘം, ഏറ്റവും വലിയ കച്ചവട സംഘം ഏതായിരുന്നു എന്ന് പറയപ്പെട്ടാൽ അത് ഖദീജയുടേതായിരുന്നു എന്ന് പറയും. അങ്ങനെ സകലമാന കച്ചവട സംഘങ്ങളും അതേ പ്രകാരം തന്നെ ഈത്തപ്പന തോട്ടങ്ങളുമൊക്കെ നിരക്കുണ്ടായിരുന്നു. പക്ഷെ എല്ലാം എനിക്ക് വേണ്ടി, ദീനിന് വേണ്ടി നീ സംഭാവന ചെയ്യുകയാണ്, അതുകൊണ്ട് എനിക്കെല്ലാം പൊരുത്തപ്പെട്ടു തരണമെന്ന് ഖദീജ ബീവി വഫാത്താകുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി പറയുകയാണ്. ആ സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, മിൻ തഹത്തിൽ അർളി, മിൻ തഹത്തിൽ അർളി ഇങ്ങനെ പറയുന്ന ആ ഏഴാം ആകാശം മുതൽക്ക് ഏഴാം ഭൂമി വരേക്കുമുള്ള എല്ലാ ആളുകളും എന്റെ തൃപ്തിയെ തേടുന്നു. മുഹമ്മദ്, ഓ മുഹമ്മദേ, ഞാൻ ആവശ്യപ്പെടുന്നത്, ഞാൻ തേടുന്നത് നിന്റെ തൃപ്തിയെയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ തങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് നബിയെ, എനിക്ക് തങ്ങളിൽ എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ എല്ലാം എനിക്ക് പൊരുത്തപ്പെടണമെന്ന് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഖദീജ ബീവി വഫാത്താവുകയാണ്. അതാണ് അയ്യമംറാത്തുൻ മാതത് വസൗജുഹാ അൻഹാ റാലിൽ ദഖലത്തിൽ ജന്ന എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞത് അതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് വിവാഹിതരാകുന്ന സഹോദരനും സഹോദരിയുമേ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ജീവിതം ആ നല്ല നിലയിൽ തന്നെ അല്ലാഹും റസൂലും പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കണമെന്ന് എല്ലാ നിലക്കും നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദസ്സൊന്ന് സെറ്റ് ഒരു മിനിറ്റ്, അത് അവിടെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. പിന്നെ സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മുടെ നിക്കാഹ് കർമ്മത്തിലേക്ക് നടക്കുകയാണ്. അതിന് മുമ്പ് അൽഹംദുലില്ലാഹ് നമ്മുടെ വേദിയിൽ താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്തിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി സയ്യിദ് സക്കരിയ തങ്ങൾ സഅദി ഉസ്താദ് അവർകൾ വന്നിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവിധ സന്തോഷങ്ങളും നൽകട്ടെ. കമ്മിറ്റി മെമ്പറായ നമ്മുടെ അന്തുസ്താദ്, ഇവിടുത്തെ യാനത്തുദ്ദീൻ്റെയും കൂടെ ഖാദിമാണ്, അന്തുസ്താദ് അടക്കം ഇടയുള്ള എല്ലാവർക്കും, സദസ്സിലുള്ള എല്ലാവരും, അതുപോലെ നമ്മുടെ ഈ HS നഗറിലെ തന്നെ യാനത്തുദ്ദീൻ സലാത്ത് സമിതിയുടെ ഖിദ്മത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ജമാഅത്ത് കമ്മിറ്റി മെമ്പർ യൂസഫ് കബക്കാറ അവറുകളും അവർക്കും പ്രത്യേകം സ്വാഗതം വരളുകയാണ്. അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മീത്തൽ മൗലിൽ നിന്നും വന്ന ആദം ചെയ്യും, അതുപോലെ തന്നെ ഷാഫി ചെയ്യും, അവർക്ക് തിരിച്ച് നെങ്ങാടിലേക്ക് പോകേണ്ടതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അവർ കൊണ്ടുവന്ന ഹദിയ മഹാനായ സയ്യിദ് അവറുകളുടെയും ബഹുമാനപ്പെട്ട
ആലിമീങ്ങളുടെയും നേതൃത്വത്തിൽ വെച്ച് യാനത്തുദ്ദീൻ സലാത്ത് സമിതിയുടെ പ്രസിഡന്റ് മായിച്ച അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ബിസ്മില്ലാ. പലരിൽ നിന്നും അവർ സ്വരൂപിച്ചതാണ്. അപ്പോൾ അവർക്ക് കൂടി കാണണം എന്ന നിലക്കാണ് ഫോട്ടോ ഈ ക്യാമറ ഒക്കെ ആവശ്യമുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സഹായിച്ചവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ. ജമാഅത്തിന്റെ ഭാരവാഹി മറ്റൊന്ന് പ്രവാസിയാണ്, KMCCയുടെ ഒക്കെ വലിയ നേതൃത്വമാണ്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് നിക്കാഹിന് യാനത്തുദ്ദീൻ സലാമത്ത് സമിതി സംഘടിപ്പിച്ചിട്ടുള്ള ആഭരണം ഇൻഷാ അല്ലാഹ് നിക്കാഹിന് ശേഷം അത് മണവാട്ടിയുടെ ആങ്ങളയുടെ കയ്യിലേക്ക്, തബ്ശീറ എന്ന പൊന്നുമോളുടെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയതാണ്. അള്ളാഹു അവരെയൊക്കെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവർക്കുള്ള സന്തോഷം ഇൻഷാ അല്ലാഹ് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നൽകും. ഇവിടെ ധാരാളം ആളെ പേര് പറഞ്ഞ് ദുആ ചെയ്യേണ്ടതിന്റെ സമയം 80,000 80,000 അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ പ്രവാസ ലോകത്തുള്ള സഹോദരന്മാരെ, ഇവിടെ തന്നെ പല കൂട്ടായ്മകളും, HS നഗർ പറമ്പ് കൂട്ടായ്മ, അതൊരു പ്രവാസി കൂട്ടായ്മയാണ്. നമ്മുടെ പള്ളിയിലേക്ക് മൈക്കിനും മറ്റുമൊക്കെ സഹായിച്ച, അതുപോലെ എപ്പോഴും നമ്മുടെ എല്ലാ പരിപാടിക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് സഹകരിക്കുന്ന പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾ. ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ഒരു സ്നേഹിതൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ 1,00,000-ലധികം രൂപയാണ് ആ പാവപ്പെട്ട പ്രവാസി സഹോദരന്മാർ അവരെ കഷ്ടപ്പാടുകൾക്കിടയിൽ അവർ സ്വരൂപിച്ച് നൽകിയത് എന്ന് അറിഞ്ഞപ്പോൾ ഞാനും ആ കൂട്ടായ്മയിലൊക്കെ ദുആ ചെയ്തതാണ്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. തൊട്ടടുത്ത് ഒരു പള്ളി നമ്മുടെ എരുമാട് പ്രവാസിയുടെ വകയായി, നമ്മുടെ നഗർ, നമ്മുടെ നാട്ടിൽ കൊപ്പത്താണ് എന്ന് പറയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ്, അതേപോലെ തന്നെ നമ്മുടെ മാതാൽ അസീനാർച്ച സുഖമില്ലാതെ നമ്മുടെ വാച്ച്മാനൊക്കെ ആയി ഉണ്ടായ ആളാണ്. അദ്ദേഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ മാതാൽ ഉച്ചാർച്ചാന്റെ മകനിക്ക് വേണ്ടിയും ഒക്കെ അങ്ങനെ ധാരാളം ആളുകൾ പല സമയത്തുമായി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ മർഹൂം റഫീഖ് യാനത്തുദ്ദീൻ സലാത്ത് സമിതിയുടെ അംഗവും നമ്മുടെ താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന റഫീഖ് പെട്ടെന്ന് കൊറോണ സമയത്ത് വിട പറഞ്ഞതാണ്. റഫീഖിന്റെ ഉമ്മ പ്രത്യേകം സംഭാവന ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ റഫീഖിനെ പ്രത്യേകം പറഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങളവറുകൾ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തും. യാനത്തുദ്ദീൻ സലാത്ത് സമിതിയുടെ മുൻ പ്രസിഡന്റായ അലി ഹാജി ഈ പള്ളിയൊക്കെ വരാൻ നാട്ടിൽ വലിയ പ്രവർത്തനം നടത്തിയ അലി ഹാജിയുടെ ജ്യേഷ്ഠൻ നമ്മുടെ കടുവണി മുഹമ്മദ് ഷാ എപ്പോഴും ഇവിടെ കാണുന്ന ഒരു മുഖമായിരുന്നു. അവരിന്ന് നമ്മളോടൊപ്പം ഇല്ല. അള്ളാഹു അവരെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഈ അടുത്തും മറ്റുമായി നമ്മുടെ എരുമാടിൽ നിന്ന്, പറമ്പിൽ നിന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി തങ്ങളുടെ വാപ്പാറ്റക്കോയ തങ്ങളടക്കം ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്യും. പ്രവാസ ലോകത്തുള്ള എല്ലാ സഹോദരന്മാരും ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. ഉമ്മമാരെ, നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എത്ര പരിശ്രമിച്ചാലും, നേരത്തെ ഇവിടെ അബ്ദുള്ള ഉസ്താദും ഖതീബ് ഉസ്താദൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മളൊക്കെ ചെയ്യുന്നതിനെല്ലാം പരിധിയുണ്ട്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി റബ്ബിന്റെ വജ്ഹിനെ ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതെപ്പോഴും നമ്മുടെ മുമ്പിൽ വലിയ നിഅമത്തായി, അത് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കാൻ കാരണമായി വലിയ കാര്യമാണ്. സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ചെയ്യുന്നത്, അതിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ഇവിടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിളയാണ് ആഗ്രഹിക്കുന്നത്. ആ പൊരുത്തമാണ് നമ്മളും ആഗ്രഹിക്കേണ്ടത്. അല്ലാഹു അത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇവിടെ ചെറിയ മക്കളെ കൂട്ടത്തിൽ പരിപാടിക്കൊക്കെ ഓടി നടക്കുന്ന ചെറിയ മകനാണ് സിനാൻ, നമ്മുടെ മുഹമ്മദിന്റെ മകൻ, നമ്മുടെ കമ്മിറ്റിയിൽപ്പെട്ട യൂസുഫ് ഖാന്റെ മകളെ മകൻ. ആ സിനാന് സുഖമില്ലാതെ വലിയ പ്രയാസത്തിലാണ്. അല്ലാഹു തആല പൊന്നുമോന് പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഞാൻ ഇന്നലെ നമ്മുടെ നമ്മുടെ ഉമ്മണിച്ച സക്കരിയ ഹാഷിമിന്റെ ഒക്കെ ഉപ്പ, നമ്മളൊക്കെ ഒരുമിച്ച് ഉംറക്ക് പോയപ്പോൾ തന്നെ
ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ കുറച്ച് സുഖമില്ല എന്നറിഞ്ഞ് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ മാന്താലു ചാർച്ച, അദ്ദേഹത്തിന് അള്ളാഹു പരിപൂർണ ശമനം നൽകട്ടെ, മകനിക്കുള്ള ശിഫ നൽകട്ടെ. അതേപോലെ തന്നെ മാന്താൽ കരീംച്ച, നമ്മുടെ അളിയൻ, അള്ളാഹു അവർക്കൊക്കെയും ശിഫ നൽകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മുടെ അബൂബക്കർ ഖാന്റെ ഭാര്യ റുക്കിത്ത, അങ്ങനെ ഒരുപാട് സഹോദരിമാർ, നമ്മുടെ സലാത്ത് സമിതിയുടെ സെക്രട്ടറിയായി സേവനം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട മർഹൂം സൂപ്പിച്ച, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഒരുപാട് സഹോദരിമാർ കഴിഞ്ഞ 2 സ്വലാത്തിന് മുമ്പ് ഇവിടെ ഒരു വാദ് പറഞ്ഞ് പിറ്റേന്ന് ഞാനിങ്ങനെ നമ്മളെ നാടാണല്ലോ, നമ്മളിറങ്ങിയപ്പോൾ ഒരുപാട് ഉമ്മമാർ കരഞ്ഞുകൊണ്ട്, ഉസ്താദെ ആ സ്വലാത്തിന്റെ വാദും പരിപാടിയും അതെപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കണമെന്ന് പറഞ്ഞു. അത് മാത്രമാണ് ഇനി നമ്മുടെ വളർന്നു വരുന്ന മക്കളെ നിയന്ത്രിക്കാൻ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഉപദേശം ഉപകരിക്കാത്ത കാലമാണ്. പക്ഷേ ഇതിന്റെ ബറക്കത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അത് ലഭിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അൽഹംദുലില്ലാ, നമ്മുടെ ധാരാളം ആളുകളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു ലിസ്റ്റ് വായിച്ചാൽ നാസറായാലും ആരിബായാലും മരിച്ച ആളുകളുടെ ലിസ്റ്റ് വായിച്ച് തീരൂല. നമുക്കറിയാം, പരിപാടിയുടെ തുടക്കം മുതൽ ഇതുവരെ സഹകരിച്ച ഈ പള്ളിക്ക് വേണ്ടി സ്ഥലം തന്ന മുക്രിയാജിക്ക് ഉൾപ്പെടെ, അല്ലേ, മുക്രിയാജിക്കും താഹിർച്ചയും അവരൊക്കെ നമ്മുടെ സമീപ പ്രദേശത്താണ്, നമ്മുടെ നാട്ടുകാരോട് ചേർന്ന് നിന്നവരാണ്. കാരണം അൻസാനെ പോലെയുള്ള, അങ്ങനെയുള്ള എനിക്ക് ഓർമ്മയുള്ളത്. അതുപോലെ ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശത്ത് എരുമാട്ടി, അങ്ങനെ തുടങ്ങിയ അങ്ങനെ എല്ലാ പ്രദേശത്തുള്ള നമുക്ക് അവർക്കൊക്കെ കൊടുക്കാനുള്ള സമ്മാനം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഞാൻ പറയാനോ വിട്ടിട്ടുണ്ടെങ്കിൽ ഇല്ല, അവരൊരിക്കലും അള്ളാഹുവിന്റെ ലിസ്റ്റിൽ അവരുടെ സംഭാവനകൾ അർപ്പിച്ചവരാണ്. നമ്മുടെ ആലുകുട്ടി ഹാജിന്റെ ഒരു മകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പായിരുന്നു ആ സഹോദരിയുടെ ആണ്ടിന്റെ ദിവസം. നമുക്ക് വലിയ വേദനിപ്പിച്ചൊരു മരണമാണ്. അള്ളാഹു ആ മകളുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. പ്രായമുള്ള ഉപ്പമാർ, യൂസുഫ് ഹാജിക്കാനെ പോലെ, മൂസ ഉപ്പാനെ പോലെ, അതുപോലെ തന്നെ ധാരാളം നമ്മുടെ മൈൻ സീദി ഉസ്താദിനെ പോലെ നമ്മുടെ നാടിന് നേതൃത്വം നൽകിയവരാണ്. മുല്ലാക്ക ഉസ്താദ്, പടച്ചോനെ, അങ്ങനെ ഓർത്താൽ അറ്റമില്ലാത്ത വിധം ധാരാളം പേരുകൾ പടച്ചവനെ എല്ലാവരെയും ഈ സദസ്സ് കണ്ട് അവർ ഖബറിന് നല്ല സന്തോഷം നൽകി. പടച്ചവനെ, അഭിമന്യരായ നമ്മുടെ പിതാവ് അഹമ്മദ് ഹാജി അടക്കം ശഅബാൻ 2-നാണ് അവരെ ആണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെയും നീ വലിയ ദർജ നൽകണേ അല്ലാഹ്. ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോയ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട അലി ഉസ്താദ് അടക്കം, ശൈഖുന മഹ്മൂദ് ഉസ്താദ് അടക്കം, ഞങ്ങളെ നാടിന് നേതൃത്വം നൽകിയ എല്ലാ സദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഖുർറത്തു സദാത്ത് ഖുറാത്തങ്ങളാണ് ഈ സ്വലാത്ത് ഇവിടെ സ്ഥാപിച്ചത്. മഹാന്മാരായ ഞങ്ങളുടെ മശായിഖന്മാർ, ഉസ്താദുമാർ, ജീവിച്ചിരിക്കുന്ന എല്ലാ ആലിമീങ്ങൾ, ഉലമാ, ഉമറാക്കൾ, എല്ലാവർക്കും അല്ലാഹു വലിയ ദറജ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. പിന്നീട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്യും. ഇവിടെ നമ്മുടെ പെണ്ണിന്റെ തബ്ശീറയുടെ മഹല്ലിൽ നിന്ന് വന്ന അബൂബക്കർ മദനി ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഒരു 2 വാക്ക് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നിക്കാഹിലേക്ക് കടക്കാം. എന്ന് പറയുന്നു അല്ലെ, ആശംസ ഒന്ന് വന്ന ഖത്തീബ് ഉസ്താദിന്റെ ഇരിക്കട്ടെ. 2 വാക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകളെ ആശംസക്ക് വേണ്ടി ക്ഷണിച്ച് ഇൻഷാ അല്ലാഹ് നിക്കാഹിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദ് അസീസ് തങ്ങൾ, അതുപോലെ നമ്മുടെ നിക്കാഹിന് കാർമ്മികത്വം നൽകുന്ന വന്യരായ അബ്ദുള്ള ഫൈസി ഉസ്താദ്, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടവരായ ഒരുപാട് ആലിമീങ്ങൾ, ഉമറാക്കൾ, ഈ നാട്ടിലെ നല്ലവരായ യാനത്തുദ്ദീൻ സ്വലാത്ത് കമ്മിറ്റി, നാട്ടുകാരായ നല്ലവരായ മുഅ്മിനാത്തുകളെ, നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് വലിയ അനുഗ്രഹീത മജ്‌ലിസാണെന്ന് തന്നെ പറയാം. ഒരുപാട്
പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് കുടുംബങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവർക്കൊരു അത്താണിയായി അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് യുവാക്കൾ ചേർന്നുകൊണ്ട് നടത്തുന്നൊരു പരിപാടി എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. അള്ളാഹു അവർക്കൊക്കെ ഇതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അവരിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർ ഈ നിക്കാഹിന്റെ സംഖ്യ സ്വരൂപിക്കാൻ വേണ്ടി ആരൊക്കെ ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ഈ സമയത്ത് ആശംസിച്ച, നമുക്കറിയാം വളരെ ഹറാമിയത്ത് കലർന്ന മലീമസമായി കൊണ്ടിരിക്കുന്ന നിക്കാഹ് എന്ന് പറയുന്ന ഒരു സുന്നത്തിനെ ഒരു ഹൈന്ദവ വിശ്വാസികൾ പോലും ചെയ്യാത്ത രൂപത്തിലേക്ക് മാറ്റിമറിച്ച നമ്മുടെ സമുദായം, ഹൈന്ദവ സമൂഹം വളരെ ലളിതമായി അവരുടെ വിവാഹങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ മുസ്ലിം സമൂഹം വളരെ ഹബീബായ മുത്തായ തങ്ങളുടെ ആ ഒരു സുന്നത്തിനെ മലീമസപ്പെടുത്തി കളങ്കപ്പെടുത്തി വളരെ ഹറാമിയത്ത് കലർന്ന രൂപത്തിൽ നടത്തുകയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ നാട്ടുകാർ ഈ സംഘടിപ്പിച്ച ഈ മജ്‌ലിസ്. അതുകൊണ്ട് തന്നെ വളരെ പ്രശംസനീയമാണ്. അല്ലാഹു എല്ലാവിധ റഹ്മത്തും ബറക്കത്തും സന്തോഷവും ഈ നാട്ടിലും പ്രവർത്തകർക്കും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ആശംസയായി അർപ്പിച്ച് എൻ്റെ 2 വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതുമണവാളൻ അതുപോലെ തന്നെ മണവാട്ടിയുടെ ആങ്ങളെയും ബന്ധപ്പെട്ട കാരണവന്മാരെയും മഹല്ല് ഭാരവാഹികളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കും. ഇൻഷാ അല്ലാഹ് പുതിയാപ്പിളിനെ നിക്കാഹിനിരിക്കാൻ സമ്മതം ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. ഹലോ ഹലോ السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله وسلم على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله.
اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح وقال مخبرا وآمرا وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال النبي صلى الله عليه وسلم تنكح المرأة لأربع خصال لمالها ولجمالها ولحسبها ولدينها فاظفر بذات الدين تربت يداك وقال أيضا صلى الله عليه وسلم من تزوج بامرأة فقد أحرز ثلثي دينه فليتق الله في الثلث الباقي أقول قولي هذا وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم صل على سيدنا محمد എന്താണ് പറഞ്ഞോട്ടെ ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ وزوجتك على ما أمر الله تعالى فيه بالإمساك بمعروف أو تسريح بإحسان زوجتك وأنكحتك أختي تبشيرا بهذه الولادة تلادة من الذهب مهرا قبلت منك نكاحها وتزويجها بهذا المهر مبلغ المذكور ورضيت به എൻ്റെ സഹോദരി തബ്ഷീറ എന്നവളെ ഈ സ്വർണമാല മഹറിന് പകരമായി താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്തി തന്നു. ഞാൻ സ്വീകരിച്ചു. നിങ്ങളുടെ സഹോദരി തബ്ഷീറ എന്നവളെ ഈ സ്വർണമാല മഹറിന് പകരമായി നിങ്ങളെനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ, ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നതിനെ ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വധുവിനുള്ള പുതിനാട്ടിക്കുള്ള ഉപഹാരം യാനത്തുദ്ദീൻ സലാത്ത് സമിതി നൽകുന്ന ഉപഹാരം ജമാഅത്തിൻ്റെ
കമ്മിറ്റി ഭാരവാഹികളുടെയും ഉസ്താദുമാരുടെയും സാദാത്യങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് യാനത്തുദ്ദീൻ സലാത്ത് സമിതിയുടെ ഭാരവാഹികൾ, പ്രസിഡന്റ്, മറ്റു ഭാരവാഹികൾ ഒരുമിച്ച് അത് പുതനാട്ടിയുടെ ആങ്ങളയുടെ കയ്യിലേക്ക് കൈമാറുന്നു. ഒരു മിനിറ്റ് ഒന്ന് വാങ്ങിയാൽ നിങ്ങൾ ഒന്ന് പിടിച്ചു വായിക്കോ. ആ പെട്ടി തുറന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഫാത്തിഹ വിളിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ അസീസ് അൽ ഐദ്രൂസി തങ്ങളവറുകൾ ദുആഇന് നേതൃത്വം നൽകുന്നു. ആരും ഭക്ഷണം വാങ്ങാതെ, ചീരണി വാങ്ങാതെ പോകരുത്. എല്ലാവിധ ആശംസകളും നവവധുവരന്മാർക്ക് ഈ നാടിൻ്റെയും ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെയും അർപ്പിക്കുന്നു. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الواهج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك. أرحم الراحمين രാജ സയ്യിദായ മാലിക്കൽ മുലൂക്കായ അല്ലാഹ്, നിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് നടന്ന മജ്ലിസാണ് റഹ്മാനേ. അവിടത്തേക്ക് ധാരാളം സലാത്തുകളും ഇസ്തിഗ്ഫാറുകളും ഖുർആനുകളും ദിക്റുകളും ചൊല്ലി മദ്ഹുകൾ പറഞ്ഞ് പടച്ചവനെ നിന്റെ മഹത്തായിരിക്കുന്ന ഇൽമിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് പടച്ചവനെ നിന്നോട് ഞങ്ങളെല്ലാവരും ഇരുകരം ഉയർത്തി യാചിക്കുകയാണ്. അല്ലാഹ്, ഞങ്ങളുടെ ആഖിബത്ത്
നന്നാക്കണം റഹ്മാനെ. ഈമാൻ നൽകണേ അല്ലാ, ഹിദായത്ത് നൽകണം റഹ്മാനെ. ഇതുപോലെയുള്ളതായിരിക്കുന്ന സൽക്കർമ്മങ്ങളിൽ നിന്റെ നിഅമത്തും ബറക്കത്തും നീ ഏറ്റി തരണേ അല്ലാ. പടച്ചവനെ ഇയാനുദ്ദീൻ സലാത്തിൻ്റെതായിരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾക്കും ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. പടച്ചവനെ ഈ മഹത്തായിരിക്കുന്ന പരിപാടിയിലേക്ക് അരികളും ഇറച്ചികളും അതുപോലെ തന്നെ പണങ്ങളും നൽകിയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. വിദേശികളുണ്ട്, സ്വദേശികളുണ്ട്, നാട്ടുകാരുണ്ട്, ഉമ്മ പെങ്ങന്മാർ, കൂട്ടുകുടുംബങ്ങൾ. അള്ളാഹുവേ, ആരെല്ലാം ഈ മഹത്തായിരിക്കുന്ന മജ്ലിസിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് നീ അറിയുന്നവനാണ്. അവരുടെ മുഴുവൻ മുറാദുകളും നീ മനസ്സിലാക്കണേ അല്ലാ. അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠ അനുജന്മാർ, വലിയപ്പ വലിയമ്മമാർ, കൂട്ടുകുടുംബങ്ങൾ, നാട്ടുകാർ, പടച്ചവനെ നാടിൻ്റെ നാലാ ദിക്കുകളിൽ നിന്നും മമ്മറിഞ്ഞു പോയ മുഴുവൻ കുടുംബങ്ങൾക്കും ഈ മഹത്തായിരിക്കുന്ന മജ്ലിസിന്റെ മിസിൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെ ഖബറുകൾ സന്തോഷത്തിന്റെ വീടാക്കണം റഹ്മാനെ. സ്വർഗീയ കവാടം നീ തുറന്നു കൊടുക്കണേ അല്ലാ. അവരെ ഖബറുകളിലേക്ക് ജാരിയായ സദഖയായി നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. രാപ്പകലില്ലാതെ ഈ മഹത്തായിരിക്കുന്ന ഈ സദസ്സ് ഇവിടെ ഇങ്ങനെ കൊണ്ടാടാൻ വേണ്ടി കഷ്ടപ്പെട്ട ചെറുപ്പക്കാർ, യുവാക്കൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, പള്ളിയുടെ പരിസരത്തിലുള്ളവർ, ആരെല്ലാം ഏതെല്ലാം നിലയിൽ സഹായിച്ചവരുണ്ടോ അവർ ഒക്കെയും നീ അറിയുന്നവനാണല്ലോ അല്ലാ. അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. ആഫിയത്ത് നീ നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ലദുനിയായ ഇൽമുകൾ നൽകണം റഹ്മാനെ. നാഫിയായ ഇൽമുകൾ നൽകണേ അല്ലാ. അഖലും ഫൗമും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ നിലനിർത്തണം റഹ്മാനെ. ഈ മഹത്തായിരിക്കുന്ന ഈ പരിപാടിയിലേക്ക് ലക്ഷങ്ങളും 80,000 ആയിരങ്ങളും 10,000ങ്ങളും കൊടുത്ത ഓരോരുത്തരുടെയും പേരുകളും തറവാടുകളും കുടുംബങ്ങളും നീ അറിയുന്നവനാണല്ലോ അല്ലാ. റഖീബ് അതീദ് അലൈഹിസ്സലാം എന്ന് പറയുന്ന മഹാമാറായിരിക്കുന്ന മൽകളുടെ ആ ലിസ്റ്റിൽ ചേർന്നിട്ടുണ്ടാകുമല്ലോ റഹ്മാനെ. ഓരോരുത്തർക്കും തക്ക പ്രതിഫലം ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ റഹ്മാനെ, പെട്ടെന്നുള്ളതായിരിക്കുന്ന അപകട മരണങ്ങളെ കാക്കണേ അല്ലാ. വാത്തിലാക്കണം റഹ്മാനെ. കണ്ണേറുകൾ വാത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, വിദേശത്ത് ഇത് കണ്ട് ജോലിയില്ലാത്ത ജോലി ചിഹ്നവരുണ്ട്, നീ യോജിപ്പിലാക്കണേ അല്ലാ. പടച്ചവനെ, പരസ്പരം സ്നേഹം നൽകണം റഹ്മാനെ. ബന്ധം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, അടച്ചവനെ നീ കൂട്ടിച്ചേർക്കണേ അല്ലാ. ഹൈറായ ജീവിതം അവർ കുഞ്ഞുങ്ങൾക്കു നീ നൽകണം റഹ്മാനെ. ഈ സംഘാടകർക്ക് പ്രത്യേകമായി അവരുടെ മുഴുവൻ മുറാദുകൾ നീ മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ. നല്ല മനസ്സ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയുള്ള സജ്ജനങ്ങളായ അടിമകളിൽ ചേർക്കണം റഹ്മാനെ. പടച്ചവനെ, ഈ മഹത്തായിരിക്കുന്ന ഈ സദസ്സിന് നേതൃത്വം വഹിക്കാൻ മഹാനായിരിക്കുന്ന നൈബ് ഖാദി ഉസ്താദ് ഖത്തീബും മുദരിസുമായിരുന്നു എരുമാടിന്റെ വടക്കത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. നിന്റെ കാര്യം എവിടെ കണ്ടാൽ വെട്ടിത്തുറന്ന് പറയാൻ നൽകണേ അല്ലാ. പടച്ചവനെ, പ്രത്യേക പുതിയ പള്ളിയുടെ വാപ്പ ഒരാഴ്ച മുമ്പ് മരണപ്പെട്ടു പോയി, നീ കൊടുക്കണേ അല്ലാ. ഖബർ സന്തോഷത്തിനിടാക്കണം റഹ്മാനെ. ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ ജ്യേഷ്ഠനാറ്റക്കോയ തങ്ങള് 40 ദിവസം മുമ്പ് മറഞ്ഞു പോയിട്ടുണ്ട്, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഖബർ സന്തോഷത്തിന്റെ വീടാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും മഹാനായ ഷഹീദ് ഖദ്ദസല്ലാഹു സിറുൽ അസീസ് സയ്യിദ് ഹസൻ സഖാഫൽ ഹദ്റമി തങ്ങളുപ്പാ ഖദ്ദസല്ലാഹു സിറുൽ അസീസ്, മറ്റ് നബിമാർ, അമ്പിയാക്കൾ, സ്വഹാബികൾ, അവരുടെ കൂടെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഹബീബായ നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ നൽകണം
റഹ്മാനെ. അതുപോലെ ഈ നിക്കാഹിൻ്റെതായിരിക്കുന്ന സദസ്സിലേക്ക് പുതിയ അതുപോലെ തന്നെ പുതിയണ്ണിൻ്റെയും കൂട്ടത്തിൽ നിന്ന് വന്നവരുണ്ട്. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. പ്രത്യേകമായി കാഞ്ഞങ്ങാടിൽ നിന്ന് വന്നവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. ദീനിന് വേണ്ടി വളരെ വളരെയധികം സഹായിക്കാനുള്ള എല്ലാ വഴിയും അവർക്കും ഞങ്ങൾക്ക് നീ തുറക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാഹ്. ആരും തിരക്കൊന്നും കൂട്ടാതെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് സമാധാനത്തിൽ തബറുക്ക് വാങ്ങാം. ഉസ്താദുമാർ തങ്ങളവറുകളെ ഉസ്മാൻ ഖാൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ഇൻഷാ അല്ലാഹ് അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോയാൽ ഖൈർ ഇൻഷാ അല്ലാഹ്. ഭക്ഷണം ഇവരെ കൂട്ടി